വളാഞ്ചേരി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു. യോഗത്തിൽ ശനി, ഞായർ ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനമായി. ഇതിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭ ഫുട്ബോൾ ടീമിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി പട്ടാമ്പി റോഡ് പരിസരത്ത് നടക്കും. അന്നേ ദിവസങ്ങളിൽ നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡുകളിലും രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലും നഗരസഭാ ഓഫീസ്, ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അംഗനവാടികൾ, മറ്റ് നഗരസഭാ ഘടക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ശുചീകരണ പ്രവൃത്തി നടത്താനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. അപ്പോൾ അന്ന് 18, 19 തീയതികളിൽ നമ്മൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നമുക്ക് അത് കളക്ട് ചെയ്ത് അന്ന് തന്നെ ഇവിടുന്ന് നഗരസഭ ഇത് കൊണ്ടുപോകുന്നതിനുള്ള ഏജൻസി അന്ന് തന്നെ തയ്യാറാക്കിക്കൊണ്ട് പകർച്ചവ്യാധികൾ തടയുന്നതിനായി ബോധവൽക്കരണവും നോട്ടീസ് നൽകുന്നതിനും ഡ്രൈ ഡേ ആചരിക്കുന്നതിനും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെ സംബന്ധിച്ചും ജൈവമാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിനു വേണ്ടിയും ആശാ വർക്കർമാരുടെയും ഹരിതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തും. വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനായി ഓടകൾ വൃത്തിയാക്കുന്നതിനും പൊതുകിണറുകൾ വൃത്തിയാക്കുന്നതിനും സാനിറ്റേഷൻ വർക്കേഴ്സിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ്, നഗരസഭാ സെക്രട്ടറി എച്ച് സീന, കൗൺസിലർമാർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.